And it is on the topic Beyond Degrees, the Skill First IT Revolution. ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ മാധ്യമം എഡ്യൂകഫേയുടെ വേദിയിലെത്തുന്നു ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ബ്രിഡ്ജിയോൺ മിസ്റ്റർ ജാബിർ ഇസ്മായിൽ. AV please. സീനിയർ പ്രൊഫഷണലാണ് മിസ്റ്റർ ജാബിർ ഇസ്മായിൽ. കാക്കഞ്ചേരി കിൻഫ്രയിൽ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിയായി കരിയർ തുടങ്ങിയ അദ്ദേഹം ഇന്ന് ക്സിറോക്സ്, കോങ്ക തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രിൻസിപ്പൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. തൻ്റെ ജീവിതം മാറ്റിമറിച്ച IT കരിയർ ഇന്നത്തെ തലമുറയ്ക്കും പോസിബിൾ ആക്കുക എന്ന മിഷനോടെയാണ് ജാബിർ സർ ബ്രിഡ്ജിയോൺ IT ട്രെയിനിങ് ഹബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കാഡമിക്സും ഇൻഡസ്ട്രിയും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്ത് 100 കണക്കിന് ആളുകളെ ബ്രിഡ്ജിയോണിലൂടെ അദ്ദേഹം IT കരിയറിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. In this new era of technology, let's hear about the future of IT careers from the man himself, Mr. Jabir Ismail. With a big round of applause, let's invite Mr. Jabir Ismail, the founder and CEO of Bridgion, onto this auspicious venue of Madhyamam EduCafe. Welcome, sir, and over to you. Thank you. So, before starting my session, let me introduce myself. എൻ്റെ പേര് ജാബിർ. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യാണ്. എക്സ്ക്യൂസ് മീ, സ്ലൈഡ് ഒന്ന്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു കരിയർ ജേണി. എൻ്റെ ഒരു കരിയർ ജേണി പറയുകയാണെങ്കിൽ 2005 BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. ദെൻ ഞാനത് കഴിഞ്ഞിട്ട് MCA 2009 MCA കഴിഞ്ഞു. ദെൻ എന്നിട്ടാണ് ഞാനൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കിൻഫ്രയിൽ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനി ആയിട്ട് 2009 എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 ഇയേഴ്സായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 2012 ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലെ സെറോക്സ് എന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. സോ 3 വർഷം എൻ്റെ ഫസ്റ്റ് കമ്പനി വർക്ക് ചെയ്തു. ദെൻ സെറോക്സിൽ ഒരു 4 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ നെക്സ്റ്റ് കമ്പനി, അപ്പോൾ കറൻറ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനി ആയാലും കോങ്കയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 2016. ദെൻ 2023 2 years ബാക്ക് ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ കമ്പനി, ദാറ്റ് ഇസ് ബ്രിഡ്ജിയോൺ. സോ ബ്രിഡ്ജിയോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു IT ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, okay. Okay, so this is our topic, Beyond Degree, the Skill First IT Revolution. നമുക്കറിയാം, നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് മുമ്പിലുണ്ടല്ലേ. നിങ്ങളിപ്പോൾ പല സ്റ്റോളുകളും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, പല കോഴ്സുകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. BTech, BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, ദെൻ നീറ്റ്, JEE, MBBS, ദെൻ CA ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടല്ലേ. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ കരിയറൊക്കെ ചൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ് കരിയർ ചൂസ് ചെയ്യുന്നത്? ജോബിന് വേണ്ടിയിട്ടില്ല. അൾട്ടിമേറ്റ്ലി നമ്മളുടെ എല്ലാവരുടെയും എയിം നല്ലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു ജോബിലേക്ക് എത്തണം, നല്ലൊരു സാലറി ഏൺ ചെയ്യണം അല്ലേ. സാലറിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും എഫേർട്ട് എടുക്കുന്നതും നല്ല കരിയർ എടുക്കുന്നതൊക്കെ. സോ നല്ല സാലറിയിലേക്ക് എത്താൻ, നല്ല കരിയറിലേക്ക് എത്താൻ എന്നുള്ള എല്ലാവരുടെയും ഡ്രീം ഉള്ളത്. പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ലിറ്ററേറ്റഡ് സ്റ്റേറ്റ് ആണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക അഹങ്കരിക്കുന്ന ഒരു കാര്യമാണല്ലേ, കേരളം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ ഒരു റീസെൻ്റ് ആയിട്ടുള്ള സർവേ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളമാണ് ആക്ച്വലി ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സ്റ്റേറ്റ് ആക്ച്വലി ഇന്ത്യയിൽ കേരളമാണ്. നമ്മൾ ഈ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ പറയുന്ന കേരളമാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആളുകളുണ്ട്, പക്ഷേ ഈ ആളുകളൊക്കെ ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു റിയാലിറ്റിയാണ്. സോ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം നടത്തിയൊരു സർവേ ആണ്. ആക്ച്വലി 48%, ഓൾമോസ്റ്റ് 40% ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കരിയറിലേക്ക് അല്ലെങ്കിൽ ജോബിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇത് ഇന്ത്യയുടെ ആവറേജിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. സോ ഇതാണ് ആക്ച്വൽ റിയാലിറ്റി. ഈ റിയാലിറ്റി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേറെ കുറച്ച് ഫിഗേഴ്സ് കാണാം. സോ ഇതിനകത്ത് ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ന്യൂസ് പറഞ്ഞു. അതുകൂടാതെ തന്നെ ഈ സെയിം ടൈമിൽ തന്നെയാണ് നമുക്ക് ഒരുപാട് വേറെ ന്യൂസ് കാണാം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇലൻ മസ്കിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ഇലൻ മസ്ക് പറഞ്ഞ ആൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യാൻ വില്ലിംഗ് ആണ്, പക്ഷേ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ആൾ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾ സ്കില്ലുണ്ടോ ഹയർ ചെയ്യാൻ വില്ലിംഗ് ആണ്. സോ ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. സോ സെയിം ടൈം തന്നെ നമ്മൾ കുറച്ച് ആളുകളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ആളുകളെല്ലാം ഒരുപാട് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളല്ല, ബട്ട് they were able to make their career. So for example, first one ഷഫാന ആക്ച്വലി 2017 +2 കഴിഞ്ഞ ആളാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. ഒരു 7 വർഷത്തെ കരിയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി പിന്നെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു സ്കിൽ അക്വയർ ചെയ്തിട്ട് IT കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഷഫാന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുകയാണ്. 2 ഇരട്ട കുട്ടികളെ വെച്ചിട്ട് പഠിച്ചിട്ടാണ് വെറും +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് സ്കിൽ അക്വയർ ചെയ്തിട്ട് ആൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. സെയിം ടൈം
അനസ്മാലിക് സെക്കൻഡ് പേഴ്സൺസ്. അനസ്മാലിക് ആക്ച്വലി ഒരു 5 years CMA എന്നുള്ള കോഴ്സ് ട്രൈ ഔട്ട് ചെയ്ത് ഫെയിലറായി. അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. 5 വർഷം ട്രൈ ചെയ്തിട്ട് അവസാനം ആൾക്ക് 15,000 രൂപകളുടെ അക്കൗണ്ടന്റ് ജോബിലേക്ക് മാറേണ്ടി വന്നു. അങ്ങനെയാണ് ആക്ച്വലി ആൾ ഈ ഒരു കരിയറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ സ്കിൽ അക്വയർ ചെയ്ത് ആൾ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം 5 lakh ആനുവൽ സാലറി, ഓൾമോസ്റ്റ് മന്ത്ലി 40,000 എബവ് മന്ത്ലി സാലറി. +2 കാരനാണ് വാങ്ങുന്നത്. ഈ കാലിക്കറ്റാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ നാട്ടിൽ തന്നെ 40,000 രൂപ +2 കാരന് സ്റ്റാർട്ടിങ് സാലറി വാങ്ങാൻ പറ്റുന്നുണ്ട്. സോ അവിടെയാണ് നമുക്ക് ഈ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ സ്കിൽ അക്വയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിളാണ് ഇപ്പം ഇതുപോലെ തന്നെ വേറെ എക്സാമ്പിളാണ് തൗസീഫ്. തൗസീഫും +2 ക്വാളിഫൈഡ് ആണ്. ആക്ച്വലി ലാസ്റ്റ് ഇയർ +2 കഴിഞ്ഞിട്ട് 18ാമത്തെ വയസ്സിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ്. നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ പറയുന്നില്ലേ, നമുക്കൊരു ലോങ് ടൈം കരിയർ പ്ലാൻ ഉണ്ട്, ഷോർട്ട് ടൈം കരിയർ പ്ലാൻ ഉണ്ട്. ഈവൻ ഷോർട്ട് ടൈം കരിയർ പോലും പല ആളും ഡിഫൈൻ ചെയ്യുന്നത് 4-5 വർഷം കഴിഞ്ഞിട്ട് ജോബിലേക്ക് എത്തുന്നതാണ്. പക്ഷേ ഈ ആളുകളൊക്കെ 18ാമത്തെ 19ാമത്തെ വയസ്സിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. തൗസീഫ് മാസം 40,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി വാങ്ങുന്നുണ്ട്. തൗസീഫിൻ്റെ വയസ്സ് വെറും 19 വയസ്സാണ്. അഷ്ഫാഖ് ആക്ച്വലി ദുബായിലെ വർക്ക് ചെയ്യുന്നത്, മന്ത്ലി 1 lakh സാലറി വാങ്ങുന്നുണ്ട് വെറും 19ാമത്തെ വയസ്സിൽ. ഇതൊന്നും വെറുതെ പറയുന്നില്ല, ഈ ആളുകൾ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്കിൽ അക്വയർ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഉണ്ട്. ഓക്കെ, സോ ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണ് ആക്ച്വലി IT. ഇപ്പോൾ ഇവരെല്ലാവരും IT-ലാണ് കരിയർ സ്റ്റാർട്ട്. സോ IT കരിയറിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, നിങ്ങൾ ഏതൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കണം. വെറുതെ മാർക്കറ്റിൽ കുറേ ട്രെൻഡും അല്ലെങ്കിൽ കുറേ ഹോർഡിങ്സും കുറേ ആളുകളെ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കുകളും കണ്ട് കരിയർ ചൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അതിന് ഒരുപാട് മെട്രിക്സുകൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ ഇസ് ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് സാലറിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. സോ നല്ല സാലറി കിട്ടുന്ന ഫീൽഡാണ്. വേറെ ഏത് ഫീൽഡിനെ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഫീൽഡ് IT ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് BTech കോഴ്സുകൾ ഉണ്ടല്ലേ. BTech കോഴ്സ് ഏതെടുത്താലും അവസാനം ഒരു 80% ആളുകളും എത്തിപ്പെടുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളെ പരിചയമുള്ള ഏത് BTech-കാരനെ എടുത്ത് നോക്കാം, നല്ലൊരു കരിയർ നല്ലൊരു സാലറി വേണമെങ്കിൽ അവസാനം അവരെല്ലാവരും എത്തിപ്പെടുന്ന സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്. അവർ ഇനീഷ്യലി ഭയങ്കര പാഷനും മറ്റതൊക്കെ പറഞ്ഞിട്ട് ഒരു മെക്കാനിക്കലോ സിവിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവർ IT-ലേക്ക് എത്തുന്ന റീസൺ അതിന് അത്രയും നിങ്ങൾക്ക് സാലറി ഏറ്റവും സാലറി കിട്ടുന്ന ഒരു ഏരിയ ആണ്. പിന്നുള്ളത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ സാലറിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഓവർ ദ പീരീഡ് നിങ്ങൾക്ക് നല്ല രീതിയിലേക്കുള്ള ഒരു കരിയർ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് സാലറിയിലേക്ക് എത്താൻ പറ്റും. പിന്നെ വരുന്നൊരു പോയിന്റ്സ് ആണ് ജോബ് സെക്യൂരിറ്റി. ഇപ്പം പല ആളുകളും ഒരു കൺസേൺ പറയുന്നതായിരിക്കും IT-നകത്ത് ജോബ് സെക്യൂർ അല്ല, അല്ലെങ്കിൽ AI വന്നു കഴിഞ്ഞാൽ ജോബ് പോവോ, ഇങ്ങനത്തെ ഒരുപാട് കൺസേൺ പറയുന്ന സമയമാണ്. സോ നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു AI-ക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് വേണ്ടത് നിങ്ങൾ ആ ഫസ്റ്റ് ഇനീഷ്യൽ സ്കിൽ അക്വയർ ചെയ്യുക, ആ സ്കില്ല് നിങ്ങൾ കണ്ടിന്യൂസ് ലേണിങ്ങോട് കൂടി ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി. സോ നിങ്ങളെ സ്കില്ലിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ജോബ് സെക്യൂർ ആണ്. ഓക്കെ, പിന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പണി എന്താണ്, നിങ്ങൾ വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യല്ലേ. നിങ്ങൾക്കറിയാം വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം വേൾഡിലെ എല്ലാ ആളുകളും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ, വേറൊരു ഫീൽഡിലും വേറെ ആർക്കും കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ അങ്ങനത്തെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. പിന്നുള്ളത് വേൾഡിലെ ടോപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, മെറ്റ, ഇതുപോലത്തെ കമ്പനി എല്ലാം IT കമ്പനീസാണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. പിന്നുള്ളൊരു ബെനിഫിറ്റ് ആണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി ബിൽഡ് ചെയ്യണം, സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യണം, ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം. ഈ ഒരു ഐഡിയ ഉള്ള ആൾക്ക് ശരിക്കും ഒരു IT ഫീൽഡ് എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, പിന്നുള്ള ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ റിമോട്ട് വർക്കും ജോബ് ഫ്ലെക്സിബിലിറ്റി. ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി റിമോട്ടായിട്ട് ഞാൻ ഇപ്പം ഒരു US ബേസ്ഡ് പ്രൊഡക്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ കറന്റ് വർക്ക് ചെയ്യാണ്. പാരലലിയാണ് ആക്ച്വലി ഞാൻ ബ്രിഡ്ജോ എന്നുള്ള സ്ഥാപനം റൺ ചെയ്യുന്നത്. സോ എനിക്ക് ഈ ജോബ് ഫ്ലെക്സിബിലിറ്റിയും ഈ റിമോട്ട് വർക്കിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് എനിക്ക് പാരലൽ ഒരു കമ്പനി റൺ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ അതാണ് IT-ൻ്റെ വേറൊരു ബെനിഫിറ്റ്. ദെൻ നമ്മൾ ഇനീഷ്യലി പറഞ്ഞു ഒരുപാട് ബെനിഫിറ്റ് പറഞ്ഞാലും ഫസ്റ്റ് പോയിന്റ് ഡെഫിനറ്റ്ലി നമ്മളെ സാലറി ആയിരിക്കില്ല. അപ്പോൾ എത്ര വരെ സാലറി കിട്ടാൻ നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും ആക്ച്വലി അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ആളുകൾ പൊതുവെ സാലറി റിവീൽ ചെയ്യാൻ വില്ലിങ് ആവില്ല അല്ലേ. കാരണം സാലറി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കടം ചോദിക്കുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും. പക്ഷേ ആളുകൾ സാലറി റിവീൽ ചെയ്യാത്തടത്തോളം നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്നത് പല ആളുകൾക്കും മനസ്സിലാവില്ല. സോ നിങ്ങൾക്ക് അറിയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനോടും ഒക്കെ നിങ്ങൾക്ക് സാലറി ചോദിക്കാം. അല്ലെങ്കിൽ ഗ്ലാസ് ഡോർ, അംബിഷൻ ബോക്സ് എന്ന വെബ്സൈറ്റുകളുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളാക്കി എത്ര സാലറി കിട്ടുന്നത് അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സാമ്പിൾ സാലറി ടേബിളാണ്. ഇതിനകത്ത് വേൾഡിലെ ടോപ്പ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ഇന്ത്യയിൽ കൊടുക്കുന്ന സാലറിയാണ് ആക്ച്വലി. ഈ സാലറി നോക്കാൻ നിങ്ങൾക്ക് ഒരു ഫ്രഷേഴ്സിന് കൊടുക്കുന്ന സാലറിയാണ് 10 to 15 lakh എന്ന് പറഞ്ഞാൽ മന്ത്ലി എത്രയാണ് 1 lakh to 2 lakh വരെ, അല്ലെങ്കിൽ 1.5 lakh മന്ത്ലി സാലറിയാണ് ഫ്രഷേഴ്സിന്. നിങ്ങൾ BTech കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഒരു കരിയർ എൻ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറിയാണ്. ഒരു 5 years കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സാലറി 20 to 40 lakh എന്ന് വെച്ചാൽ 2 lakh to 3 lakh വരെ മന്ത്ലി സാലറി ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് കിട്ടുന്നുണ്ട്.
ദെൻ ഒരു 10+ years എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടാവുന്ന സാലറിയാണ് ആക്ച്വലി മന്ത്ലി 5 lakh above, 5 to 7 lakh മന്ത്ലി സാലറി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഈ ഫീൽഡിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇതുവരെ നിങ്ങൾക്ക് പല സെഷനിലും പല ആളുകളും പാഷനെ ഫോളോ ചെയ്യാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അൾട്ടിമേറ്റ്ലി ഏത് പാഷൻ ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിലെ കഞ്ഞിക്ക് അരിയിടണമെങ്കിൽ നമ്മളെ കയ്യിൽ ക്യാഷ് വേണം. അപ്പം ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ ഫിനാൻസ് മാത്രമല്ല വേറെ ഒരുപാട് മെട്രിക്സ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഫിനാൻഷ്യൽ അല്ലേ. നിങ്ങൾക്ക് എത്ര വരെ സാലറി കിട്ടുന്നുള്ളത്. ഇത് ഈ ഒരു കുറച്ച് കമ്പനിയിൽ മാത്രമുള്ള ഓപ്ഷൻസ് അല്ല ആക്ച്വലി. ഇതുപോലത്തെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഇതുപോലത്തെ ഒരു കമ്പനിയാണ്. വേൾഡിലെ ടോപ്പ് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലൊന്നിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ IIT-ലോ IIM-ലോ അല്ല വേൾഡിലെ Tier 1 കോളേജിലോ പഠിച്ച ഒരാളല്ല. ഞാൻ നോർമൽ സ്കൂളുകളിലും കോളേജിലും പഠിച്ച് ഈവൻ 3 years ഡിഗ്രി 3 വർഷത്തെ ഡിഗ്രി 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത മനുഷ്യനാണ് ഞാൻ. ഇതിൽ 1 വർഷം എക്സ്ട്രാ എടുത്തു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ. എനിക്ക് എൻ്റെ സ്കിൽ അക്വയർ ചെയ്ത് സ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് എനിക്ക് ഇതുപോലത്തെ കമ്പനിയിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾ സ്കില്ലിലേക്ക് ഫോക്കസ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഞാൻ ഫസ്റ്റ് പറഞ്ഞു വരുന്നത് ഇത്രയും സാലറി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്കോപ്പ് നിങ്ങൾക്ക് വേറെ ഇന്ത്യയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇത്രയും മന്ത്ലി ഒരു 5 lakh to 7 lakh അല്ലെങ്കിൽ 10 lakh മന്ത്ലി നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ആലോചിച്ച് നോക്കൂ. ഇത് വെറുതെ പറയുന്നല്ല. എൻ്റെ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 100 പേരെങ്കിലും മാസം 10 ലക്ഷം വാങ്ങുന്ന ആളുകളുണ്ട്. മാസം 10 ലക്ഷം സാലറി വാങ്ങുന്ന 100 പേരെങ്കിലും എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എനിക്കറിയുന്ന ആളുകളുണ്ട്. അത്രയും ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. ഇത് വെറുതെ പറയുന്നല്ല. നിങ്ങൾക്ക് ഈ ഗ്ലാസ് ഡോർ പോലത്തെ വെബ്സൈറ്റുകൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. സോ ഞാൻ പറഞ്ഞു നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെട്രിക്സുകൾ നോക്കണം. ജസ്റ്റ് ഒരു സാലറി മാത്രം ആവരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഉണ്ടാവും, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഫസ്റ്റ് വൺ ഈസ് നിങ്ങൾ ആ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട് നോക്കണം അല്ലേ. നിങ്ങൾ ഒരു 8-10 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ പഠിച്ചിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതല്ല. എത്രയും പെട്ടെന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യും, എത്ര സമയം അതിന് എടുക്കുന്നുണ്ട്. പിന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിന് എത്ര ക്യാഷ് അതിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനുവേണ്ടി എത്ര ക്യാഷ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അല്ലേ. ചില കോഴ്സുകൾക്ക് നമ്മൾ ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റോ വളരെ കുറച്ചായിരിക്കും. സോ നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യണം ആ ഒരു കോഴ്സ് അക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടും. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ. പല എന്താ പറയുക ചില കോഴ്സുകളൊക്കെ ഭയങ്കര സാലറി കിട്ടുന്ന കോഴ്സുകളൊക്കെ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർക്ക് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരിക്കും. ഒരു ലോട്ടറി ഒക്കെ എടുക്കുന്ന പോലെ അല്ല. ചില കോഴ്സുകളൊക്കെ ആകെ ഇന്ത്യയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CA ഒരു 100 ആളുകളായിട്ട് 5 പേർക്ക് മാത്രം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അങ്ങനത്തെ കോഴ്സുകൾ പിന്നാലെ പോകുമ്പോൾ എന്താ പ്രശ്നം? അതിൻ്റെ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. സോ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. ദെൻ വർക്ക് നേച്ചറിലെ നിങ്ങൾ ആ വർക്ക് എങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് സ്ട്രെസ്ഫുൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള IT-യിൽ നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുന്ന് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ വീട്ടിലിരുന്നിട്ടാണ്. ഞാൻ ഓഫീസിൽ പോകുന്ന പോലും ഇല്ല. കാരണം എന്താണ്? ആ റിമോട്ട് വർക്ക് എന്നുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. സോ ഓപ്പർച്യൂണിറ്റീസ്, വർക്ക് നേച്ചർ, ദെൻ ഗ്രോത്ത്. ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് എത്ര വരെ ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അതിനടുത്തുണ്ട്, അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ ഇത്രയും മെട്രിക്സുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ സാലറി മാത്രമോ അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് കേട്ടോ മാത്രം ഡിസൈഡ് ചെയ്യരുത്. ഈ എല്ലാ മെട്രിക്സും വെച്ചിട്ട് നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ്, എത്ര സമയം എടുക്കും, എത്ര ക്യാഷ് സ്പെൻഡ് ചെയ്യണം, എത്ര റിട്ടേൺ കിട്ടും, എത്ര എനിക്ക് ഫ്യൂച്ചറിൽ എത്ര ഗ്രോത്ത് ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കരിയർ ചൂസ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ ഇപ്പം IT-നകത്ത് ഒരുപാട് ജോബുകളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന പ്രൈമറി ജോബ്. സോ അതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉണ്ട്, വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് ഡെവലപ്പേഴ്സ് ഉണ്ട്. ദെൻ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ദെൻ നമുക്ക് സെർവർ റിലേറ്റഡ് കുറേ ജോബുകൾ. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു ടെസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ സെർവറിൽ ഹോസ്റ്റ് ചെയ്യണം. സോ സെർവറിൽ ഹോസ്റ്റ് ചെയ്യാൻ റിലേറ്റഡ് കുറേ ജോബുകളുണ്ട്. സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ, സെർവർ ക്ലൗഡ് ഓപ്സ് എഞ്ചിനീയേഴ്സ്, ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്, ഇങ്ങനത്തെ ഒരുപാട് ജോബ് റോളുകളുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നിങ്ങൾക്ക് ഡാറ്റ റിലേറ്റഡ് കുറേ ജോബ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒരുപാട് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഡാറ്റനെ പ്രോസസ് ചെയ്യുന്ന ഒരുപാട് റോളുകളുണ്ട്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, AI മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ്. സോ ഈ ആളുകൾ ഡാറ്റ വെച്ചിട്ട് പ്രോസസ് ചെയ്യുന്ന ആളുകളാണ്. സോ ഇത്രയും ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഇതിനകത്ത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം IT റിലേറ്റഡ് ജോബുകളാണ്. ബേസിക് കോഡിംഗ് എല്ലാത്തിനും അറിയണം. സോ കോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് അറിയുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കോഡിംഗ്. ആ കോഡിങ്ങിൻ്റെ ബേസിക് കോഡിംഗ് ഒക്കെ അറിയണം ഇതിൽ ഏത് കരിയർ ചൂസ് ചെയ്യണമെങ്കിലും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് കോഡിങ് വേണ്ട, കോഡിങ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇപ്പം നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റ് അനലിസ്റ്റ്, UI UX ഡിസൈനർ, ഇതുപോലത്തെ കുറേ ജോബുകളുണ്ട്. സോ ഇതിനകത്ത് ആസ് എ ഫ്രഷർ നിങ്ങൾക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴും ബെറ്റർ ഡെവലപ്പർ എന്നുള്ള റോളിലേക്ക് കയറിയായിരിക്കും. കാരണം ഡെവലപ്പറിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് കൂടുതൽ ഗ്രോത്തിലേക്ക് ചാൻസ് ഉള്ളത്. സോ ഒരു ഡെവലപ്പർ എന്നുള്ള റോളിലേക്ക് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വേറെ സൈബർ സെക്യൂരിറ്റിയോ ഡാറ്റ സയൻസ് പോലത്തെ റോളിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ,
ദെൻ ഞാൻ പറഞ്ഞു IT-ൻ്റെ ബെനിഫിറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബട്ട് എങ്ങനെ, ഹൗ ക്യാൻ വി എൻ്റർ ടു ദ കരിയർ അല്ലേ, അതാണ് ഫസ്റ്റ് എല്ലാവർക്കും അറിയേണ്ടി വരും. സോ ഈ കരിയറിലേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്. ഒന്ന് നമ്മൾ ട്രഡീഷണൽ വേ ആണ് അല്ലേ, നോർമലി ഡിഗ്രി +2 കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് എങ്ങനെ ഇതിലേക്ക് എൻ്റർ ചെയ്യാന്നുള്ളത്. ഡെഫിനറ്റ്ലി ഫോർമൽ എഡ്യൂക്കേഷൻ പാത്ത് വേണം ഒന്നുള്ളത്. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് BTech കമ്പ്യൂട്ടർ സയൻസിനോ അല്ലെങ്കിൽ BTech സ്പെഷ്യലൈസ്ഡ് BTech ഉണ്ട്. ഇപ്പം BTech AI ML സൈബർ സെക്യൂരിറ്റി പോലത്തെ കോഴ്സുകളുണ്ട്. ദെൻ BCA ഉണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്. സോ ഇത് +2 കഴിഞ്ഞിട്ട് റെഗുലർ അല്ലെങ്കിൽ ഒരു ഫോർമൽ പാത്തിൽ പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. ഈ രീതിയിൽ പോവാം ഒരു ഓപ്ഷൻ. ഇനി ഇതൊന്നും അല്ലാത്തൊരു ഏരിയയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതാണ് നമ്മൾ സ്കിൽ ബേസ്ഡ്, സ്കിൽ ഫസ്റ്റ് അപ്രോച്ച്. സോ നിങ്ങൾ സ്കില്ല് അക്വയർ ചെയ്തിട്ട് എങ്ങനെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ. ഓക്കെ, സോ നിങ്ങൾ ഇന്ത്യയിലെ Tier 1 കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രഡീഷണൽ പാത്ത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ IIT NIT പോലത്തെ ക്യാമ്പസുകൾ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ട്രഡീഷണൽ പാത്ത് യൂസ് ചെയ്തിട്ട് BTechൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്കിൽ അക്വയർ ചെയ്യണം. നിങ്ങൾ BTech പഠിക്കുകയാണെങ്കിലും MCA പഠിക്കണം, BCA പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ആക്ച്വലി സെൽഫ് ലേൺ ചെയ്യണം, അല്ലെങ്കിൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കരിയറിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര അക്കാദമിക്കലി ക്വാളിഫൈഡ് ആയിക്കോട്ടെ. അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് തന്നെ ഉണ്ട്. ഈവൻ +2 കഴിഞ്ഞ ആളും MTech കഴിഞ്ഞ ആളും നമ്മളവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടുപേരും ഒരേപോലെ ഒരേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ +2കാരന് കിട്ടുന്നുണ്ട്, MTechകാരന് കിട്ടുന്നില്ല. കാരണം അവിടെ ഇമ്പോർട്ടൻസ് എന്ന് സ്കില്ലിലാണ്. സോ നിങ്ങൾ എന്ത് അക്കാദമിക്കലി ക്വാളിഫൈഡ് ആയാലും നിങ്ങൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം അക്കാദമിക്കലി ഒരിക്കലും നിങ്ങൾക്ക് ഈ സ്കിൽ ഗ്യാപ്പിനെ ബിൽഡ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരു അക്കാദമിക്കിലും പറ്റില്ല. കാരണം എന്താണ്, അക്കാദമിക്കിൽ വരുന്ന ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു ടീച്ചേഴ്സിന് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വേറൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മാത്രമാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുകളെ യൂസ് ചെയ്തിട്ടാണ് ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമുക്ക് അങ്ങനത്തെ ആളുകൾ വെച്ചിട്ടാണ് വേറെ എഞ്ചിനീയറെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ അക്കാദമിക്കലി ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. ദെൻ ഞാൻ പറഞ്ഞു ഒരു ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി പാത്താണ് ഞാൻ പറയാൻ പോകുന്നത്. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറിൻ്റെ ഉള്ളിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സ്കിൽ ഓറിയൻറ്റഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് വേണ്ട സെൽഫ് ലേണിംഗ്, കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റണം. നിങ്ങൾ ഈ സ്കൂളുകളിൽ നിങ്ങളെ പഠിപ്പിച്ച പോലെ ക്ലാസ് റൂമിൽ വന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ മാറാൻ തയ്യാറാണോ? അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ, ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ പല ആളുകൾക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക ഡൈജസ്റ്റ് ആവില്ല. കാരണം ട്രഡീഷണലി നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുപോകുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ, +2 ഡിഗ്രി PG ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പല ആളുകളും കരിയറിനെ കുറിച്ച് ബോധേഡാവുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇനി ഒരു ജോലി വേണമെന്ന് ആലോചിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ഒരുപാട് ഏജ്ഡായി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയിരിക്കില്ല പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പല ആൾക്കും സംഭവിക്കുന്നതാണ്, അവർ ഡിഗ്രിയും BTechും അല്ലെങ്കിൽ പല കോഴ്സും എടുക്കും. അവസാനം ആ കോഴ്സെല്ലാം കഴിഞ്ഞ് കരിയറിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് ആക്ച്വലി അവർക്ക് മനസ്സിലായി ഇതെല്ലാം എൻ്റെ ഫീൽഡ് എന്നുള്ളത്. സോ അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ നിങ്ങൾക്ക് ഏറ്റവും നേരത്തെ ഒരു സ്കിൽ അക്വയർ ചെയ്ത് കരിയർ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ യു ക്യാൻ ലേൺ അല്ലേ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു ഒരു ട്രഡീഷണൽ പാത്തും അല്ലാതെ നിങ്ങൾക്ക് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ നേരത്തെ കുറേ ആളുകൾ എക്സാമ്പിൾ കാണിച്ചു. അവരെ പോലെ ഒരു സ്കിൽ അക്വയർ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്ത് പോകുന്നതിൻ്റെ റീസൺ എന്താണ്? ഇപ്പം യൂറോപ്പിലും കാനഡയിലൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? ഇവർ ആക്ച്വലി പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. പഠിക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവർ അവിടെ പോകുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്, യൂറോപ്പിലും അവിടെയൊക്കെ അവർക്ക് ഫസ്റ്റ് ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. അതേ സിസ്റ്റമാണ് ഇവിടെയും ചെയ്യാം. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പാരലലി നിങ്ങൾക്ക് ഇതുപോലെ സ്കിൽ അക്വയർ ചെയ്ത് ജോബ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാം. സോ ഈ ഒരു അപ്രോച്ചിനെ കുറിച്ച് നിങ്ങൾ പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യണം. കാരണം നമ്മൾ ട്രഡീഷണലായിട്ട് 10-20 വർഷം മുമ്പുള്ള അതേ അപ്രോച്ച് തന്നെ ഈ ഒരു ന്യൂജൻ കാലത്തിൽ ചെയ്യാൻ പറ്റുന്ന ആരും വിശ്വസിക്കേണ്ട. സോ നിങ്ങൾ ടെക്നോളജി ഒരുപാട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ എത്രയും നേരത്തെ നിങ്ങൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒരു ആൾട്ടർനേറ്റീവ് ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ച്. അപ്പം നിങ്ങൾക്കൊരു ബൂട്ട് ക്യാമ്പ്, ഇപ്പം ബ്രിഡ്ജ് ജോണിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബൂട്ട് ക്യാമ്പാണ്. ഇതിൽ ഒരു 8 മന്ത് നിങ്ങൾ ഫുൾ ടൈം ഒരു കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ പ്രാക്ടിക്കലി വന്നിരുന്ന് ലേൺ ചെയ്യുക ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് ഒരു വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1 മന്തോ 2 മന്തോ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇത് എനിക്ക് പറ്റുന്നതല്ല അല്ലേ, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് അതങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്തൊരു ഓപ്ഷൻ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു കോഴ്സ് BTechനോ അല്ലെങ്കിൽ MBBSനോ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. സോ നിങ്ങൾ പല ആളുകളും ഈ പറഞ്ഞ ഒരു പാഷൻ്റെ പുറകിൽ പോകണമെന്ന് പറയുന്നുണ്ടല്ലേ. സോ ഈ പാഷൻ എന്നുള്ളത് പല ആളുകൾക്കും അതൊരു എന്താ പറയുക അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങളുടെ പാഷൻ ആവണമെന്നില്ല അല്ലേ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതി ട്രാവൽ പാഷനാക്കാൻ പറ്റും എല്ലാവർക്കും ഇല്ല. സോ നിങ്ങൾക്ക് പാഷൻ അല്ലെങ്കിൽ കരിയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ ചാൻസും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള എല്ലാ ഫീൽഡും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നല്ലൊരു കരിയർ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ നോക്കാം. ഇതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, സോ ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്,
സ്കിൽ ഓവർ ഡിഗ്രി, അല്ലെങ്കിൽ ഡിഗ്രിയോ പി ജിയോ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ സ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. സോ കാരണം കമ്പനീസ് ഹയർ ഓൺ വാട്ട് യു ക്യാൻ ഡു, നോട്ട് ജസ്റ്റ് വാട്ട് യു ആർ സ്റ്റഡിഡ് അല്ലേ. നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുന്ന കമ്പനി നോക്കുന്നുള്ളൂ. ഞാൻ ആസ് എ ഫൗണ്ടർ, ഞാനൊരു കമ്പനിയിൽ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ ഞാൻ എന്താ നോക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ച പണിയെടുക്കാൻ ആളെ കൊണ്ട് പറ്റുമെന്നാണ് നോക്കുന്നത്. അല്ലാണ്ട് അയാൾക്ക് കുറേ ഡിഗ്രി ഉണ്ടോ, അയാൾക്ക് കുറേ പി ജി ഉണ്ടോ ഞാൻ നോക്കാറില്ല. അതുപോലെ തന്നെ ഓരോ കമ്പനി ഫൗണ്ടേഴ്സും നോക്കുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കില്ല് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലേൺ ഹൗ ടു ലേൺ അല്ലേ. നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നാണ് പഠിക്കേണ്ടത്, ജസ്റ്റ് വാട്ട് ടു ലേൺ. എല്ലാവരും എന്ത് പഠിക്കണം എന്നുള്ളതിനെ അപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെ പഠിക്കണം, സ്വന്തമായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം, സ്വന്തമായിട്ട് എങ്ങനെ റിസർച്ച് ചെയ്യാം, സ്വന്തമായിട്ട് എങ്ങനെ പഠിക്കാം, ഈ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം. ഓക്കെ. ദെൻ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. നിങ്ങളിപ്പം സെൽഫ് ബ്രാൻഡിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന കാലമാണ് അല്ലേ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന ഇപ്പം IT ഫീൽഡിനകത്ത് നിങ്ങൾക്ക് ഒരു ഗിറ്റബ് പ്രൊഫൈൽ ഉണ്ടാക്കാം, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കാം. നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ പേഴ്സണലി എനിക്കറിയാൻ പറ്റും. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിൽ നിന്നൊക്കെ കോഡിങ് സ്റ്റാർട്ട് ചെയ്ത് അവർ ലിങ്ക്ഡിനിലും മറ്റത് അപ്ഡേറ്റ് ചെയ്ത് +2 കഴിഞ്ഞ ഉടനെ തന്നെ 1 ലക്ഷം 1.5 ലക്ഷം സാലറി വാങ്ങിയ ആളുകൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളുകളല്ല, അല്ലാത്ത ആളുകളെ ഞാൻ പറയാം. സ്വന്തമായിട്ട് പഠിച്ചിട്ട് ഇത് ട്രെയിനിങ്ങിന് പോകണമെന്നില്ല, +2ൻ്റെ കൂടെ തന്നെ സ്വന്തമായിട്ട് കോഡിങ് പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു എനിക്കറിയുന്ന നാട്ടിലെ പയ്യനുണ്ട്, അവന് 1.5 ലക്ഷം സാലറിയിൽ US കമ്പനിക്കായിട്ട് വർക്ക് ചെയ്യാണ്. +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അവന് കമ്പനിയിൽ ജോലി കിട്ടി. കാരണം എന്താണ്, അവൻ +2ൻ്റെ കൂടെ അതെല്ലാം ചെയ്തു, അതെല്ലാം അവൻ്റെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ എൻക്വയറി ചെയ്ത് അവനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവൻ ആ ജോബ് കിട്ടി. സോ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ജോബ് തരാൻ ഒരുപാട് ആളുകൾ വില്ലിങ് ആണ്. സോ നിങ്ങൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യേണ്ടത് സ്കില്ലിലാണ്. നിങ്ങൾ എന്ത് ഡിഗ്രി എടുത്തോ, ഇപ്പോൾ ഏത് ഡിഗ്രി എടുക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ ആ ഒരു ഡിഗ്രിക്ക് റെലവൻ്റ് ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് നിങ്ങൾ സ്കിൽ കമ്പനികൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പം ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്കിൽ അക്വയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒന്നെങ്കിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇത് ഞാനൊരു ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് മെട്രിക്സ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഏർലി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞിട്ട് MCA കഴിഞ്ഞ് 24ാമത്തെ വയസ്സിലാണ് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പം ഞാനൊരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും എനിക്ക് 40 വയസ്സായി. 40ാമത്തെ വയസ്സിലാണ് എനിക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നത് ഇത്രയും നല്ല സാലറിയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത്. സോ എൻ്റെ അതേ സാലറിയിലേക്ക് വേണമെങ്കിൽ 30ാമത്തെ വയസ്സിൽ 35ാമത്തെ വയസ്സിൽ ആളുകൾക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇത് അങ്ങനത്തെ ഒരു മെട്രിക്സ് ആണ്. സോ ഞാൻ 2 ആളുകൾ കമ്പയർ ചെയ്യുന്നത്, പേഴ്സൺ 1 ആക്ച്വലി എന്നെ പോലെ തന്നെ ഒരു ലേറ്റായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തതാണ് 25th ഇയറിൽ. പിന്നെ പേഴ്സൺ B ഒരു 19ാമത്തെ വയസ്സിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. സോ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് സാലറി 2.5 to 6 lakh per annum. ഇതിൽ ഒരു ആവറേജ് കേസിന് എടുക്കുന്നത്, എക്സെപ്ഷണൽ കേസുകളല്ല, ആവറേജ് മിനിമം കിട്ടാവുന്ന ഒരു സാലറിയാണ്. മാസം ഒരു 30,000 മുതൽ അല്ലെങ്കിൽ 25,000 മുതൽ ഒരു 50,000 വരെ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടും. അത് +2 ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, MTech ആയിക്കോട്ടെ, സ്റ്റാർട്ടിംഗ് സാലറി വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. സോ ആ ഒരു സ്റ്റാർട്ടിംഗ് സാലറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 30ാമത്തെ വയസ്സിൽ ഫസ്റ്റത്തെ ആൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവുന്നുള്ളൂ. സോ 5 വർഷത്തെ എക്സ്പീരിയൻസിൽ ആൾക്ക് കിട്ടുന്ന സാലറി 10 to 15 lakh ആയിരിക്കും. വെച്ചാൽ ഒരു 1 lakh to 1.5 lakh per month ആയിരിക്കും കിട്ടുന്ന സാലറി. ആ സമയം ആകുമ്പോഴേക്കും 30ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഈ ഒരാൾക്ക്, ഈ പേഴ്സൺ ബീന് കിട്ടുന്നത് 11 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. ആളുടെ സാലറി അപ്പം 20 to 35 lakh സാലറി ആയിരിക്കും. എന്ന് വെച്ചാൽ മന്ത്ലി 2 lakh to 3 lakh വരെ മന്ത്ലി സാലറി ആളുടെ 30ാമത്തെ വയസ്സിലാണ് ഏൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നാട്ടിൽ പല ആളുകളും കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതും കരിയറിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് മാസം 2 ലക്ഷം 3 ലക്ഷം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് എടുത്ത് നിങ്ങൾ കരിയറിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു കേസിൽ നോർമലി ഒരാൾ അതുകൊണ്ട് കരിയറിൻ്റെ ഒരു 55ാമത്തെ വയസ്സ് വരെ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ഫസ്റ്റ് കേസിൽ ഒരാൾക്ക് ടോട്ടലി ഏൺ ചെയ്യാവുന്ന എമൗണ്ട് ഒരു 7.5 to ഒരു 15 CR ആണ്. വെച്ചാൽ ഒരു 15 കോടി വരെ നോർമലി ആവറേജ് ആൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. 15 കോടി ഉദ്ദേശിക്കുന്നത് ഇപ്പം അവരുടെ ടോട്ടൽ ലൈഫ് ടൈമിൽ ആൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടാണ്. ദെൻ ആ സെയിം ടൈമിൽ തന്നെ ഈ കരിയർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ഒരാൾ, ഇതിൽ 19ാമത്തെ വയസ്സിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് 22 CR വരെ ഏൺ ചെയ്യാൻ പറ്റും. സോ ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെനിഫിറ്റാണ്. അവർ ത്രൂ ഔട്ട് അവർ ലൈഫ് ടൈമിൽ ഏൺ ചെയ്യുന്ന എമൗണ്ട് ഓൾമോസ്റ്റ് ഡബിൾ ആകുന്നുണ്ട്. കാരണം ഇനീഷ്യലി നിങ്ങൾക്ക് കിട്ടുന്ന 4 വർഷത്തെ ആ ഒരു സാലറി തന്നെ നിങ്ങൾ കരിയർ എൻഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ഒരു മാസം IT-ൻ്റെ അത് പ്രത്യേകിച്ച് ഒരു മാസം നിങ്ങൾക്ക് 5 ലക്ഷം 6 ലക്ഷം ഈവൻ 10 ലക്ഷം വരെ മാസം ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ഫീൽഡാണ്. സോ അതാണ് നിങ്ങൾ കരിയർ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്. ഓക്കെ. സോ ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾ എല്ലാവരും +2 കഴിഞ്ഞ് ഡയറക്റ്റ് ഈ ഒരു ഇതിലേക്ക് എൻ്റർ ചെയ്യണമെന്നോ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് കാശുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാം നിങ്ങൾക്ക് ഏത് ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എത്രയും നേരത്തെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനും
എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള റോളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും ഇങ്ങനത്തെ സിസ്റ്റത്തിനെ കുറിച്ച് അറിയില്ല ആക്ച്വലി. കാരണം ഞാനിത് മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രി കഴിഞ്ഞു PG ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മളെ പാരൻസോ അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയോ നമ്മളെ പഠിപ്പിച്ചതാണ്, എന്താണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അല്ലേ. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ 10-20 വർഷം പഠിച്ച് കഴിഞ്ഞിട്ട് ജോലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പുറം നാടുകളിലെ യൂറോപ്പിലും ഇവിടെയൊക്കെ ചെന്ന് അവർ +2 കഴിഞ്ഞാൽ ആ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവർ ജോബ് ചെയ്യാണ്, എന്നിട്ട് കൂടെയാണ് പഠിക്കുന്നത്. സോ ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ കരുതും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കരിയറിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇപ്പം നേരത്തെ കുറേ IIT ഗ്രാജുവേറ്റ്സ് ഇവിടെ വന്നു, അവർ IIT ആസ്പിരൻസ് ആയിട്ടുള്ള കുറേ ആളുകൾ വന്നു. സോ ഈ ഒരു അവരൊക്കെ എത്തുന്നില്ല. അങ്ങനത്തെ ഒരു കരിയറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ ഒരു IIT മാത്രമല്ല എല്ലാതും കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോർമൽ ഡിഗ്രി കോളേജിൽ പഠിച്ച് ഒരു നോർമൽ കോളേജിൽ പഠിച്ച ആളാണ്. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനിയിൽ എൻ്റെ ടീമിൽ 2-3 IIT-കാരുണ്ട്. സോ അതേ കമ്പനിയിൽ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള IIT-കാരനെ റെഫർ ചെയ്തിട്ട് ആൾക്കാട് ജോബ് കിട്ടിയിട്ടില്ല. കാരണം IIT അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫിക്കേഷൻ മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാൻ ഈ നോർമൽ കോളേജിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കമ്പനിയിൽ ഈവൻ IIT-കാരന് പോലും ഒരു എന്താ പറയുക ജോബ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഡിഫറൻസ് ആണ് ഈ സ്കില്ല്. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ സ്കിൽ ഓറിയൻറ്റഡ് ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. സോ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ബ്രിഡ്ജോണ്ട് സ്റ്റാൾ നമ്മൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരാം. കാരണം നമുക്ക് ക്വിക്കായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഒരു 2 minutes. ഓക്കെ, എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആണ്. ഇതൊരു പല ആൾക്കാർക്കും അത്ര ഫെമിലിയർ അല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ജസ്റ്റ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, സോ ഇവരെന്തായാലും ടൈം ഒരുപാട് ഡിലേ ആണ്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും കൺസേണോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ സ്റ്റാളിൽ അവൈലബിൾ ആണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ അവൈലബിൾ ആവും. ഓക്കെ, സോ ലെറ്റ്സ് കൺക്ലൂഡ്. ഓക്കെ, താങ്ക് യു. Thank you very much, Mr. Jabir Ismail, for your informative session. That was Team Bridgeon at Mathimam Present Xylem EduCafe 2025.